ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. ചെങ്ങായിമാരെ നമ്മളെ സംവിധായകൻ ശാന്തിവിള ദിനേശ് ഉണ്ടല്ല, മൂപ്പറൊരു സംഭവട്ടാ, സംഭവമല്ല, മൂപ്പറൊരു പ്രസ്ഥാനമാണ്. നിങ്ങൾ എത്ര ആൾക്കാർ മൂപ്പറുടെ വീഡിയോ കാണലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് പണ്ടടങ്ങും. മൂപ്പറുടെ പല വീഡിയോയിലുണ്ടല്ല, സിനിമാ മേഖലയിലുള്ള വൃത്തികേടുണ്ടല്ല, ആ വൃത്തികേട് തുറന്നു കാണിക്കാറാണ് പതിവ്. പക്ഷെ അവസരം കിട്ടുമ്പോൾ സംഖ്യക്ക് ഉണ്ടല്ല, സംഖ്യക്കിട്ട് നല്ല കൊട്ടുണ്ടല്ല മൂപ്പർ കൊടുക്കാറുണ്ട്. അങ്ങനെ സംഖ്യക്കിട്ട് മൂപ്പർ കൊട്ടു കൊടുക്കുന്ന ഒരു മനോഹരമായ കോമഡി വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോയിൽ മൂപ്പറുണ്ടല്ല നമ്മളെ മേജർ രവിയെയും പിന്നെ നമ്മൾ ഒട്ടകം ഗോപാലിനെയും പിന്നെ ചാണകസംഖ്യകൾ മൊത്തം ഉണ്ടല്ല നാണം കെടുത്തി വിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്നത് വേറെ ആരുമല്ല, നമ്മളെ മേജർ രവിയെ മൂപ്പറുണ്ടല്ല നല്ലോണം നാണം കെടുത്തുന്നത്. എന്തായാലും ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ല ഈ വീഡിയോ ഒന്ന് കാണണം. വാ. നമ്മുടെ രാജ്യത്ത് നടക്കുന്നതൊന്നും അറിയാത്ത ഒരൊറ്റ വർഗമേ ഉള്ളൂ, അത് മലയാളത്തിലെ സിനിമാക്കാരാണ്. എന്നെ അതിശയിപ്പിച്ചത് ഞങ്ങളിതൊക്കെ അറിയുന്നുണ്ടെന്ന് നമ്മുടെ താരരാജാവ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയയും ടൊവിനോ തോമസും പാർവതി തെരുവോത്തും ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും ഒക്കെ പ്രതികരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും പേരെങ്കിലും പ്രതികരിക്കാൻ ഉണ്ടായല്ലോ. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന പാവങ്ങളുടെ പ്രതീക്ഷകളെയാണല്ലോ നിരുത്തരവാദപരമായി തല്ലിക്കെടുത്തുന്നത്. സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയോ എന്നാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ചോദിച്ചത്. ആ ചോദ്യത്തെ ടൊവിനയും ജോജയും പാർവതി തെരുവോത്തും ഒക്കെ പിന്തുണച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ കോൺഗ്രസ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഔദാര്യങ്ങൾ പറ്റുന്ന കുറേ ഉണ്ണാക്കന്മാരുണ്ട്. ഒരക്ഷരം ഇത്തരം പ്രശ്നങ്ങൾ ഡൽഹിയിൽ നടന്നിട്ട് മിണ്ടിയിട്ടില്ല, അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രകാശ് രാജ് എന്ന നട്ടെല്ലുറപ്പുള്ളവൻ്റെ പ്രസക്തി. പാർട്ടികൾക്ക് പിന്തുണ പരസ്യമായി അറിയിക്കാൻ പ്രകാശ് രാജ് ഡൽഹി ചെന്നു. ഷബന ആസ്മി അദ്ദേഹത്തെ സ്വീകരിച്ചു. വിദ്യാർത്ഥികൾ ആവേശത്തോടെ പ്രകാശ് രാജിനെ വാനോളം ഉയർത്തി. ഇതൊക്കെ ഉണ്ണാക്കന്മാർ കാണട്ടെ എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത, ഈ മോഹൻലാലിനൊന്നും നാണമില്ല കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു പടം വന്നല്ലോ, ഇപ്പോൾ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്തൊരു പടം വന്നല്ലോ, എമ്പുരാൻ. ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിക ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവും കൊടുത്ത് ഇന്ദ്രജിത്തിനെയും കെട്ടിപ്പിടിച്ച് രാജുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു, ഇതുപോലൊരു സിനിമ എടുക്കാൻ മഹാഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് രാജ്യദ്രോഹ ചിത്രമാണിത് എന്ന് പറഞ്ഞ് എമ്പുരാനെതിരെ നീങ്ങിയ മഹാനാണല്ലോ നമ്മുടെ മേജർ. സത്യം പറഞ്ഞാൽ മോഹൻലാലിനൊന്നും സുരേഷ് കുമാറിനെ പോലുള്ള ഒരാളെയും വേണ്ട. അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാർ മതി മോഹൻലാലിന്. ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആൾ താമസമില്ല, രാജ്യ താല്പര്യം. രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ താല്പര്യമൊക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയെന്ന് പറയുന്നില്ല, മായ തേങ്ങ, വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. എന്നാലോചിക്ക്, നാണത്തിൻ്റെ തരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ മിസ്റ്റർ മോഹൻലാൽ, നിങ്ങൾ വീണ്ടും ഈ മനുഷ്യൻ്റെ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആൻ്റണി, അങ്ങനെ മോഹൻലാൽ ഈ മനുഷ്യന് ഇനി ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അന്ന് മോഹൻലാലുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. സ്വന്തം ചോരയിൽ ജനിച്ച മോളെ കൊത്തിക്കീറി പറിക്കാനായിട്ട് പരസ്യമായി വിസ്മയ്ക്കെതിരെ വാചകമടിക്കുന്ന മേജർ. പിന്നെ വേറൊരാളെ ഞാൻ പറയുന്നില്ല, മറ്റേ കോഴിക്കോട്ട് അല്ല തൃശ്ശൂർ എവിടെയോ ലേലു എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടല്ലോ. ഈ ഒട്ടകവും ചപ്പും ചവറും ചുണ്ണാമ്പുകളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നിട്ട് അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം, ഇവൻ്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കുടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം വരുന്നത്. പറഞ്ഞാൽ കൂടിപ്പോവും. എന്തായാലും എന്നിട്ട് പറയുക, വിസ്മയ അഭിനയിച്ച സിനിമ വന്നാൽ ഞങ്ങൾ കാണൂലെന്ന്. 40 വർഷം 42 വർഷമായി മോഹൻലാൽ സിനിമയിൽ വന്നിട്ട്. അന്ന് നീയൊക്കെ സിനിമ കണ്ടിട്ടല്ല മോഹൻലാൽ താരമായി വളർന്നത്. മോഹൻലാലിനെ ജാതിയില്ലാതെ മതമില്ലാതെ രാഷ്ട്രീയമില്ലാതെ അയാൾ അഭിനയിക്കുന്നതിൻ്റെ അത്ഭുതം കണ്ട് സ്ക്രീനിൽ കണ്ടാണ് ആളുകൾ തിയേറ്ററിൽ കയറുന്നത്. നിൻ്റെ ഒന്നും ഒരു ഓശാരും വേണ്ട, നീയൊന്നും സിനിമ കാണണ്ടെന്നേ.
എമ്പുരാൻ വന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ കാണൂല എന്ന്. എടാ ഈ നിന്നെയൊക്കെ ആരെങ്കിലും സിനിമ കാണാൻ വിളിക്കുന്നുണ്ടോ? വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. വിസ്മയുടെ പടം വന്നാൽ കാണൂല. ഞാനിതാ ഇപ്പോൾ പറയുന്നു, വിസ്മയ അഭിനയിച്ചത് ചിലപ്പോൾ ഒരു തല്ലിപ്പൊളി പടമായിരിക്കാം. കേരളത്തിലെ യുവജന സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ആ കുട്ടിയോടൊപ്പം അണിനിരന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റാക്കണമെന്ന് ഞാൻ പറയും. ആന്റണിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, വിസ്മയെ വിജയിപ്പിക്കണം. കാരണം മോഹൻലാലിന് പോലും ഇല്ലാത്ത ആർജവം, ഈ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാത്ത പ്രണവിന് പോലും ഇല്ലാത്ത ആർജവം വിസ്മയെ പോലെ ഒരു കുട്ടി കാണിച്ചപ്പോൾ പറയാണ്, ഈ മേജർ പറയാണ് അവൾ വിദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹമില്ലാന്ന്. ഇയാളെ നാക്കു പുഴുക്കില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. മോഹൻലാലിനോ മോഹൻലാലിൻ്റെ കുടുംബത്തിനോ രാജ്യസ്നേഹം ഇല്ലാത്തവരാണോ? തൻ്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരുള്ളൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജറെ. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ ഒരു മരുന്ന്, ഒരു എന്താ പറയുക, അതിർവരമ്പ് വേണം. സുരേഷ് കുമാറൊക്കെ ഇത് കേൾക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ സുരേഷ് കുമാർ ഒന്നും ഇടപെടില്ല. കാരണം മോഹൻലാലും ആൻ്റണിയും ഒക്കെ ഈ മേജർമാരെ പോലെയുള്ളവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരായതുകൊണ്ട് സുരേഷ് ഒന്നും ഇടപെടില്ല. രാജ്യസ്നേഹം പഠിപ്പിക്കുന്ന വിസ്മയെ ആര്? മേജർ. എന്തെല്ലാം കേസുകൾ അയാളെ പേരിലുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. അയാളാണ് രാജ്യസ്നേഹം ചിരയ്ക്കാൻ നടക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ മൂഡ് ഓഫ് ആവും. അതാണ് എൻ്റെ പ്രശ്നം. നമ്മൾ നല്ല സ്മൂത്തായിട്ട് കഥ പറഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഡൽഹിയിൽ പാർട്ടികൾ നടത്തുന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിത്തിരി ആവേശം കൂടിപ്പോയി. കാരണം എൻ്റെ മകൻ നീറ്റ് പരീക്ഷ എഴുതി ഇപ്പോൾ ഡൽഹി നടക്കുന്ന സമര പോരാട്ടത്തിലുണ്ടെങ്കിൽ അവൻ്റെ തല അടിച്ചു പൊളിക്കുന്നത് കണ്ടാൽ, എനിക്കൊരു മകളുണ്ടെങ്കിൽ ആ മകളെ ആൺ പോലീസുകാർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വലിച്ചു കീറുന്ന കണ്ടാൽ എനിക്കുണ്ടാകാവുന്ന വികാരമാണ് ഞാൻ നേരത്തെ അല്പം ദേഷ്യത്തോടെ സംസാരിച്ചത്. എന്റെ ദിനേശ് ചേട്ടാ, നിങ്ങൾ മുത്താണ്, മണിമുത്താണ്. ഇവനെ പോലെ രാജസനെ അഭിനയിക്കുന്ന ചാണക സംഖ്യ കണ്ടില്ല, ഇതുപോലെ കടുപ്പത്തിൽ തന്നെ മറുപടി കൊടുക്കണം. നിലപാടില്ലാതെ എന്തിന് ഇന്ത്യ പട്ടാളക്കാരെ പോലെ അപമാനിക്കുന്ന രീതി സംസാരിക്കുന്ന ഈ പരനാറി മേജർ രവി ഉണ്ടല്ല, ഇവനെയൊക്കെ കണ്ടം വഴി ഓടിക്കണം. ലാലേട്ടന്റെ വീട്ടിലെ കാര്യമുണ്ടല്ല, ലാലേട്ടനെക്കാളും ഉണ്ടല്ല ഈ മേജർ രവിക്ക് അറിയുന്നതാണ് ഇവന്റെ വർദ്ധനം കേൾക്കുമ്പോൾ തോന്നുക. ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ സംഖ്യ ഉണ്ടല്ല, മോഹൻലാലിന്റെ മകളുടെ സിനിമയുണ്ടല്ല, വിസ്മയുടെ സിനിമ ബഹിഷ്കരിച്ച സ്ഥിതിക്കുണ്ടല്ല, ആ സിനിമയുണ്ടല്ല മലയാളത്തിലെ സൂപ്പർ ഹിറ്റ്, അടുത്ത സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതായത് ആ സിനിമ നല്ലതാണെങ്കിലും ശരി, നല്ലതല്ലെങ്കിലും ശരി, ആ സിനിമയുള്ള കേരളത്തിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അടിക്കും. എന്തായാലും മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ അരങ്ങേറ്റം സൂപ്പർ ഹിറ്റ് ആകാൻ പോകുകയെന്ന്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ടുണ്ടല്ല സിനിമയൊന്നും കാണാറില്ല. പക്ഷെ ഈ സിനിമക്ക് ഏത് സിനിമ കണ്ടില്ലെങ്കിലും ഈ സിനിമയിടില്ല, മോഹൻലാലിന്റെ മകൾ വിസ്മയുടെ സിനിമയിടില്ല, ഞാൻ തീർച്ചയായും കാണും. ഞാൻ മാത്രമല്ല, എനിക്ക് ആരെയൊക്കെ കൂട്ടിക്കൊണ്ടാൻ പോകാൻ പറ്റുമോ അവരൊക്കെ ഇട്ടില്ല ഞാൻ കൂട്ടിയിട്ട് ആ സിനിമ കാണിക്കും. ഈ ചാണക സംഖ്യയിലുള്ള ഏതൊക്കെ സിനിമയില്ല മലയാളത്തിൽ ബഹിഷ്കരിച്ചിട്ടുണ്ടോ ആ സിനിമയൊക്കെ ഉണ്ടല്ല മലയാളത്തിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ചാണക സംഖ്യയിൽ കണ്ടിട്ടുണ്ടല്ല സൂപ്പർ ഹിറ്റ് ആക്കുന്ന പറഞ്ഞ സിനിമ ഒത്തുണ്ടല്ല 8 നിലയിൽ മലയാളത്തിലുണ്ടല്ല 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിനെ പറ്റി കള്ളക്കഥയായിട്ട് വന്ന കേരള സ്റ്റോറി ഉണ്ടല്ല, 2 കേരള സ്റ്റോറിയും കേരളത്തിൽ 8 നിലയിൽ പൊട്ടിയത്. എന്തായാലും തൽക്കാലം നിർത്തുന്നു. നമ്മൾ ശാന്തിവിള ദിനേശനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.